ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ പോയി ചെയ്ത രക്ഷാദൗത്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ മിഷൻ 2020 വന്ദേ ഭാരത് മിഷൻ. കോവിഡ്-19 മഹാമാരിയുടെ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിലൊന്നാണ് 2020 വന്ദേ ഭാരത് മിഷൻ. അടുത്ത ദൗത്യം 2020 ഓപ്പറേഷൻ സമുദ്ര സേതു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണിത്. മാലിദ്വീപ്, ശ്രീലങ്ക, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ കപ്പൽ മാർഗം രക്ഷിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളായ INS ജലാശ്വ, INS മഗർ, INS ഐരാവത്, INS ശാർദൂൽ എന്നിവയാണ് ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചത്. അടുത്ത ദൗത്യം 2021 ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെയും മറ്റു ചില വിദേശ പൗരന്മാരെയും തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെയും മറ്റു ചില വിദേശ പൗരന്മാരെയും തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം. അടുത്ത ദൗത്യം 2022 ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും അയൽരാജ്യങ്ങളായ പോളണ്ട്, റൊമാനിയ, ഹംഗറി, സ്ലോവാക്യ എന്നിവിടങ്ങളിലൂടെ ഒഴിപ്പിച്ചു. ഈ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളും എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് തുടങ്ങിയ എയർലൈൻസിന്റെ യാത്രാ വിമാനങ്ങളും ഉപയോഗിച്ചു. ഓപ്പറേഷൻ ഗംഗ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും അയൽരാജ്യങ്ങളായ പോളണ്ട്, റൊമാനിയ, ഹംഗറി, സ്ലോവാക്യ എന്നിവിടങ്ങളിലൂടെ ഒഴിപ്പിച്ചു. ഈ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളും എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് തുടങ്ങിയ എയർലൈൻസിന്റെ യാത്രാ വിമാനങ്ങളും ഉപയോഗിച്ചു. അടുത്ത ദൗത്യം 2023 ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യം. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ INS സുമേധയും ഈ ദൗത്യത്തിൽ പങ്കെടുത്തു. 2023 ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യം. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ INS സുമേധയും ഈ ദൗത്യത്തിൽ പങ്കെടുത്തു. അടുത്ത ദൗത്യം 2023 ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം. 2023 ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം. അടുത്ത ഓപ്പറേഷൻ 2025 ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിലും തായ്ലാന്റിലും ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ഇന്ത്യ നടത്തിയ ദൗത്യം. ഈ ദൗത്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ C-130J C-17 വിമാനങ്ങൾ ഉപയോഗിച്ചു. ഒപ്പം ഇന്ത്യൻ നാവികസേനയുടെ INS സത്പുര, INS സാവിത്രി, INS കർമുക്, INS LCU-52, INS ഗരിയാൽ എന്നീ കപ്പലുകളും ദുരിതാശ്വാസ സാമഗ്രികളുമായി പോയിരുന്നു. 2025 ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിലും തായ്ലാന്റിലും ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ഇന്ത്യ നടത്തിയ ദൗത്യം. അടുത്ത ദൗത്യം 2025 ഓപ്പറേഷൻ സിന്ധു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കാരണം ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങളും മറ്റു പ്രത്യേക വിമാനങ്ങളും ഉപയോഗിച്ചു. 2025 ഓപ്പറേഷൻ സിന്ധു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കാരണം ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ദൗത്യം.
ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങളും മറ്റു പ്രത്യേക വിമാനങ്ങളും ഉപയോഗിച്ചു. ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നും PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ടോപ്പിക്കുകളിലെ ക്ലാസുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.